ഒരു നോട്ടീസിൽ പ്രാസംഗികരുടെ പേരിന് മുന്നിൽ ബ്രഹ്മശ്രീ എന്നെഴുതി കാണാറുണ്ട്. നോട്ടീസിൽ ബ്രഹ്മശ്രീ, ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥത്തിലാണോ ഇത് ഉപയോഗിക്കുന്നത്? ബ്രഹ്മജ്ഞാനി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ബ്രഹ്മശ്രീ, ഒരു ശ്രീ പോരാന്ന് തോന്നിയിട്ട് ശ്രീ എന്നൊക്കെ പറയണില്ലേ? ശ്രീ, രണ്ട് ശ്രീ. ശങ്കരാചാര്യന്മാരെയൊക്കെ പറയുക എങ്ങനെയാണെന്നറിയാം? എങ്ങനെയാ? ശ്രീ 3 ശ്രീയാണ് ശങ്കരാചാര്യന്മാരെ പറയുക. അതെ, ശ്രീ 4 ശങ്കരാചാര്യന്മാരെയും പറയുമ്പോൾ പേരിൻ്റെ മുമ്പിൽ ശ്രീ എന്ന് കൂട്ടിച്ചേർക്കണം, നിർബന്ധമാണ്. ഇനി ശങ്കരമഠങ്ങൾക്ക് ഉപമഠങ്ങളുണ്ട്. അവിടുത്തെ മഠാധിപതികളെ പറയുമ്പോഴും ചിലപ്പോൾ ശ്രീ എന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിൽ ശ്രീ എന്ന് എന്തായാലും പറയും, 2 ശ്രീ എന്തായാലും പറയും. അതല്ല, അത് അദ്ദേഹത്തിൽ പെട്ടതല്ല. ഞാൻ പറഞ്ഞ ശങ്കരമഠങ്ങളുടെ ഉപമഠങ്ങൾ ശ്രീ പറയും. നമ്മളൊക്കെ പറയുമ്പോൾ ശ്രീ ഉണ്ടോ നോക്കിയിട്ടാ? ആണോ? അല്ല, അറിയില്ല, ചോദിക്കുക. ശ്രീ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അല്ലല്ലോ ഒരു പേരിൻ്റെ മുമ്പിൽ ശ്രീ എന്ന് കൂട്ടണം. അതൊരു ഉപചാരം. അതെ, ഒരു മംഗളവാചകം കിടക്കട്ടെ. ശ്രീമാൻ, ശ്രീമതി എന്നൊക്കെ എഴുതുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശ്രീന്ന് മാത്രം മതി. ആണായാലും പെണ്ണായാലും ശ്രീ ഉപയോഗിക്കാം. ഇനി മതിപ്പ് പ്രത്യേകം വെക്കണം ച ശ്രീമാൻ, ശ്രീമതി, ശ്രീയോടൊത്തവൻ, ശ്രീയോടൊത്തവൾ. രാജാക്കന്മാർ എഴുന്നള്ളുമ്പോൾ നോട്ടീസ്, ഇപ്പോൾ രാജാക്കന്മാരൊന്നുമില്ല, രാജശ്രീ. ബ്രാഹ്മണോത്തമന്മാർ വരുമ്പോൾ ബ്രഹ്മശ്രീ. അതുപോലെ ഇപ്പോൾ പല സന്യാസിമാരുടെ പേരിൻ്റെ മുമ്പിൽ നോട്ടീസിൽ ബ്രഹ്മശ്രീ. എത്രയോ നോട്ടീസിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ബ്രഹ്മശ്രീ സ്വാമി ചിദാനന്ദപുരി. ഒരു സന്തോഷം അത് കാണുമ്പോൾ. എങ്ങനെയാ ബ്രഹ്മശ്രീ ആവണത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരുത്താനോട്ട് പോയിട്ടുമില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ കിടക്കട്ടെ. എന്തായാലും ബ്രഹ്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിലല്ല. ബ്രഹ്മർഷി നല്ല ചോദ്യം. ബ്രഹ്മശ്രീയാണ്, ഇല്ലാത്ത ചോദിക്കരുത്. ബ്രഹ്മർഷി ചോദിച്ചില്ല, ബ്രഹ്മശ്രീ. ബ്രഹ്മർഷി അല്ല ചോദിച്ചത്. അതെ. അപ്പോൾ വേദം പഠിച്ച വേദജ്ഞനായിട്ടുള്ള ആളെ നമുക്ക് ബ്രഹ്മത്തെ പഠിക്കുന്നത് കൊണ്ട്, ബ്രഹ്മത്തെ സ്വാധീനമാക്കിയത് കൊണ്ട് ശ്രീയുതനായിട്ട് ബ്രഹ്മശ്രീ എന്ന് വിളിക്കാം. അതിന് വിരോധമില്ല, നല്ലതാണ്.